എൻ്റെ ലൈഫിൻ്റെ വലിയൊരു ഭാഗം. എനിക്ക് വേറെ ജോലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. ഫസ്റ്റ് വെട്ട് എൻ്റെ പുറത്താണ് വെട്ടുന്നത്. മെഡിക്കൽ കോളേജിൽ തന്നെ ദീർഘകാലം 6 മാസത്തോളം മെഡിക്കൽ കോളേജിൽ കിടന്ന് ചികിത്സിച്ചിട്ടുള്ള ആളാണ്. ഈ വെട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ സത്യം പറഞ്ഞാൽ എനിക്കില്ലായിരുന്നു. വളരെ ക്രൂരമായ ഒരു ആക്രമണമാണ് നടന്നത്. അതിന് യുക്തമായ വിധിയാണ്. ചാരായമോ ലഹരി വസ്തുക്കളോ ഉൾപ്പെടെയുള്ള വിൽപ്പന നടത്തുന്നവരെക്കുറിച്ച് അറിവ് നൽകിയാൽ അവരുടെ പേരുവിവരം രഹസ്യമായി സൂക്ഷിക്കുമെന്നും കൃത്യമായി നടപടിയെടുക്കുമെന്നും പറഞ്ഞ് പരസ്യം നൽകുന്ന എക്സൈസിൻ്റെയും പോലീസിൻ്റെയും അധികൃതർ ഈ ചെറുപ്പക്കാരനെ കാണുക. ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട, കുടുംബജീവിതം നയിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു കൈതക്കോട് സ്വദേശിയായ രഞ്ജിത്ത്. കഴിഞ്ഞ 10 വർഷമായി ഇദ്ദേഹം വീൽ ചെയറിലാണ്. 6 മാസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷമാണ് ജീവൻ തന്നെ തിരികെ കിട്ടിയത്. കൈതക്കോട് എരുതനങ്ങാട് ഭാഗത്തെ വ്യാജമദ്യ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് എക്സൈസിനും പോലീസിനും പരാതിയും വിവരവും നൽകിയതിനാണ് വലിയൊരു ജീവിതം സ്വപ്നം കണ്ട് ഒരു കുടുംബത്തിൻ്റെ അത്താണിയാകേണ്ടിയിരുന്ന രഞ്ജിത്തിനെ അതിക്രൂരമായി വെട്ടിപ്പെരുത്ത് ശരീരം ഇല്ലാതാക്കിയത്. രഞ്ജിത്തിൻ്റെ ജീവിതം ഒരു പാഠമാണ്. പലരുടെയും സഹായമില്ലാതെ ഇന്ന് രഞ്ജിത്തിന് ജീവിതം മുന്നോട്ട് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കേസ് സംബന്ധമായ വിധിക്ക് കോടതിയുടെ 3ാമത്തെ നിലയിലെത്തിയതും വീൽ ചെയറിലൂടെയാണ്. കേസിൻ്റെ വിധിയെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ മറുപടികൾ അക്ഷരാർത്ഥത്തിൽ ഏറെ ചിന്തിപ്പിക്കുന്നതും വേദനയുണ്ടാക്കുന്നതുമാണ്. 2015 എനിക്കിത് പറ്റുന്നത്. ഇതിനകത്ത് പ്രധാന പ്രതിയായ വേറെ സുരേഷ്, ഇയാൾക്കെതിരെ ഞാൻ എഴുകോണ് എക്സൈസിലും അതുപോലെ തന്നെ എഴുകോൺ പോലീസിലും അദ്ദേഹത്തിൻ്റെ വ്യാജ ചാരായ നിർമ്മാണത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരം ഞാനായിട്ടും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിങ്ങനെ കുറേ നീണ്ടുപോയി. ഒരു പ്രാവശ്യം ഇവരുടെ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് എന്നെ ആക്രമിച്ച് അന്ന് ഞങ്ങൾ പരിക്കൊക്കെ പറ്റി ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ചു പോരുന്നതാണ്. അത് കഴിഞ്ഞൊരു കുറേ കാലത്തിന് ശേഷമാണ് ഈ 2015 ഏതാണ്ട് സെപ്റ്റംബർ 9 രാത്രിയിൽ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി തിരികെ ജംഗ്ഷനിലേക്ക് പോകുന്നൊരിതുണ്ട്. ബൈക്ക് ഷോറൂമിലായിരുന്നു എനിക്ക് ജോലി. അങ്ങനെ ബൈക്ക് ഷോറൂമിൽ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി ഞാൻ ഈ ഷോറൂമിലേക്ക് പോയിട്ട് ഷോറൂമിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ജംഗ്ഷനിലേക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഈ പറയുന്ന പ്രതികളെല്ലാവരും കൂടെ ചേർന്നിട്ട് എന്നെ എൻ്റെ ബൈക്ക് ബ്ലോക്ക് ചെയ്യുകയും ഫസ്റ്റ് വെട്ട് എൻ്റെ പുറത്താണ് വെട്ടുന്നത്, സ്പൈനൽ കോഡ് തകരാറ് പറ്റിയത്. അതിനുശേഷം ഏതാണ്ട് ചെറുതും വലുതുമായി 10-16ഓളം വെട്ടുകൾ, ഇതെല്ലാം വെട്ടാണ്, ഇതെല്ലാം വെട്ടാം. താടിക്കൊണ്ട് വെട്ട്, ഈ തോളത്ത്, പിന്നെ ഈ കാല് തന്നെ 3 വെട്ടുണ്ട്. ഈ കാല് തന്നെ ചിരട്ടയെല്ലാം ഇങ്ങനെ ഉപദ്രവിക്കുമെന്ന് ഇങ്ങനെ ഈ വെട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ സത്യം പറഞ്ഞാൽ എനിക്കില്ലായിരുന്നു. അവന്മാർ അടിക്കും അവരെ ഉള്ള ആ ഒരു ഇതേ ഉള്ളായിരുന്നു. പക്ഷേ എന്നെ ക്രൂരമായിട്ട് ഒരു ഇപ്പോൾ അതിൻ്റെ ഇതാണ് അവസ്ഥ, നിലവിലെ അവസ്ഥ. ഞാൻ ഫോണിൽ എൻ്റെ സുഹൃത്തുക്കളെ ഏറ്റവും അടുത്ത് ഏതാണ്ട് 5-6ഓളം വരെ സുഹൃത്തുക്കളെ വിളിച്ച് അവർ വന്നാണ്. അവിടെ കിടന്നുണ്ടല്ലോ വെട്ടിയിട്ട് ബഹളമൊക്കെ വെച്ചിട്ട് എൻ്റെ ബൈക്ക് അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. വെട്ടുകൊണ്ട് കിടന്ന് ഞാൻ അവിടെ ഒരു 6ഓളം വരുന്ന ആൾക്കാരെ വിളിച്ചു, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ. അവരെല്ലാവരും അവിടെ എത്തി വെട്ടിയിട്ട് കിടന്നു കളഞ്ഞു. അട്ടഹസിച്ച് അവസാനം ഒരു വെട്ടുകൂടൊക്കെ വിട്ടിട്ട് പോകണം. ഞാൻ പറയാൻ പറയാൻ പറ്റത്തില്ല ആ ഒരു നിമിഷമോ. വിധിയിൽ തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ 29 വയസ്സുണ്ട്. അന്ന് എനിക്ക് ജോലി ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു 12,000-ഓളം രൂപ ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ലൈഫിൻ്റെ വലിയൊരു ഭാഗം. എനിക്ക് വേറെ ജോലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. ഈ ചികിത്സ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. പല രീതിയിലുള്ള ആയുർവേദവും ഫിസിയോതെറാപ്പിയും മറ്റ് എല്ലാ ചികിത്സകളും ചെയ്യുന്നുണ്ട്. പിന്നെ ഇല്ല, പറ്റത്തില്ല. ഈ അവസ്ഥയിൽ എങ്ങനെ പറ്റാം? നമ്മളിപ്പോൾ വീട്ടിൽ നടക്കണമെങ്കിൽ തന്നെ വാക്കർ ഉപയോഗിച്ച് ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഷോപ്പ് ഇട്ടിട്ടുണ്ട്. അന്നേരം എൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് ഹെൽപ്പ് ചെയ്തിട്ട് ഒരു ചെറിയ ഷോപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ സജീവ RSSൻ്റെ പ്രവർത്തനമായിരുന്നു, ചുമതലയുണ്ടായിരുന്നു. സംഘത്തിൻ്റെ അവിടുത്തെ സ്ഥലത്തിൻ്റെ ശാഖ മുഖേഷയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ദേഷ്യങ്ങൾ അവർക്ക് എന്നോടുണ്ട്. കാര്യം അവർ CPMൻ്റെ പ്രവർത്തകരാണ്, DYFIയുടെ പ്രവർത്തകരാണ് മുഴുവൻ ആൾക്കാർ. അവർക്ക് വേണ്ടിയിട്ടുള്ള ചാരായ സപ്ലൈ ഇലക്ഷനൊക്കെ ആകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചാരായ സപ്ലൈ ചെയ്യുന്നതൊക്കെ ഇവർ
ഇവരാണ് ഈ ഒരു ടീമാണ്, ഒരു വൻ ടീമാണ് അവിടെ. പ്രധാന വിഷയം ഈ ചാരായത്താണോ തടഞ്ഞത് RSS ആയതുകൊണ്ടും ഞാൻ RSS ആയതുകൊണ്ട് തടയാൻ പോയതും അവരിതിനെ തടഞ്ഞു. അതൊരു വലിയ ആരും തടയത്തില്ല, അവിടെ ആരും ചോദിക്കാൻ. ഇവരുടെ കേസ് തന്നെ ഈ സുരേഷിനെതിരെ തന്നെ നിരവധി കേസുകൾ എഴുകോൺ സ്റ്റേഷനിലുണ്ട്. പക്ഷേ ഒരു കേസുകളും ശിക്ഷിക്കപ്പെടത്തില്ല. കാര്യം പേടിയാണ്. സാക്ഷി മൊഴി മാറ്റി പറയുകയും പൈസ മേടിച്ചുകൊണ്ട് ഒത്തുതീർപ്പാക്കുകയും ചെയ്യുന്ന പരിപാടികൾ ആ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിരവധി കേസുകളുണ്ട് പുള്ളിക്കെതിരെ. പക്ഷേ നമ്മളിത് കേസുമായിട്ട് മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. എല്ലാവർക്കും ശിക്ഷ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് വേറെ സജീവമായിട്ട് എല്ലാവരും കാര്യം ഇതിനകത്ത് നമ്മൾ എന്താ പറയണ്ടേ, മുഴുവനും സത്യമാണ്. കോടതിക്ക് ഉറപ്പായിട്ടും എൻ്റെ ഫോൺ കോൾ ലിസ്റ്റോ അല്ലെങ്കിൽ ഞാൻ ഈ സുരേഷുമായിട്ട് ഒരു ബന്ധമില്ല. സുരേഷുമായിട്ട് എതിർപ്പേ ഉള്ളൂ എപ്പോഴും. അത് എഴുകോൺ പോലീസിനും അറിയാം, എഴുകോൺ എക്സൈസിനും അറിയാം. അതുകൊണ്ട് പിന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. എഴുകോൺ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഭീഷണികളുണ്ടായിരുന്നു തീർച്ചയായിട്ടും. പല രീതിയിൽ പലരെയും പറഞ്ഞു വിട്ടിട്ട് ഭീഷണിപ്പെടുത്തി ശിക്ഷിക്കുന്നതിന് മുമ്പ് എന്നെ ആക്രമിക്കുമെന്നും എന്തായാലും ഇത്രയൊക്കെ ആയില്ലയോ എങ്കിൽ ആക്രമിക്കാമെന്നുള്ള രീതിയിലൊക്കെ ഉള്ള ടോക്കുകളൊക്കെ ധാരാളം വന്നു. നമ്മളോട് അടുപ്പമുള്ളവരോട് തന്നെ പറഞ്ഞു വിടുന്നത്. പക്ഷെ അവർ നമ്മളൊരു ഉപദേശം പോലെ നമുക്ക് തരുന്നത്, സുരേഷ് ഇങ്ങനെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം. എന്തായാലും സുരേഷ്, ഞാൻ കേസിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ലല്ലോ. ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സുരേഷ് ശിക്ഷിക്കപ്പെടും. എന്തായാലും ശിക്ഷിക്കപ്പെടുമ്പോൾ ഇതാണ്. ഇത്രയും പേരെ ഞാൻ കൃത്യമായി കണ്ടു. ഇത്രയും ആൾക്കാരെ കൃത്യമായി കണ്ടു. കാര്യം ഇതിനകത്ത് ബാക്കി 4 പേര്, ഈ സുരേഷ് ഒഴികെ ബാക്കി 4 പേരും എൻ്റെ പ്രായക്കാരാണ്. എൻ്റെ പ്രായക്കാർ മാത്രമല്ല, എൻ്റെ സുഹൃത്തുക്കളും ഉണ്ട് അതിനകത്ത്. ഞാൻ പഠിച്ച സ്കൂളിലെ എൻ്റെ ക്ലാസ്സിലല്ലെങ്കിലും സുഹൃത്തുക്കളും ഉണ്ട്. തീർച്ചയായും. ഇതിന് ശേഷം താണ്ട ഈ ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് ഈ സുരേഷിൻ്റെ വീട്ടിൽ നിന്ന് മദ്യം പിടിച്ച് അദ്ദേഹത്തിൻ്റെ വൈഫിനെ അട്ടക്കുളങ്ങര ജയിലിൽ റിമാൻഡ് ചെയ്തു. അദ്ദേഹത്തിന് ഈ സുരേഷിനെ റിമാൻഡ് ചെയ്തു. എക്സൈസിനെ തോക്ക് ചൂണ്ടിയ കേസിലെ പ്രതിയൊക്കെ സുരേഷ്. അങ്ങനെയൊക്കെ നിരവധി കേസുകളുണ്ട്. 2015 എഴുകോൺ പോലീസ് രജിസ്റ്റർ ചെയ്ത ക്രൈം 1314/2015 സെഷൻസ് കേസ് നമ്പർ 415/2017 എന്ന് പറയുന്ന കേസിൽ ഇന്ന് ബഹുമാനപ്പെട്ട അസിസ്റ്റൻറ്റ് സെഷൻസ് കോടതി ഈ കേസിൽ ഉൾപ്പെട്ട 5 പ്രതികളെയും ശിക്ഷിക്കുകയുണ്ടായി. കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ ഈ പ്രതികൾ 23-ാം തീയതി പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മുതൽ കസ്റ്റഡിയിൽ പാർപ്പിച്ചിരുന്നതാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ശിക്ഷാ വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. അതിൽ പ്രതികൾക്കെതിരെ കണ്ടെത്തിയിട്ടുള്ള കുറ്റങ്ങളിൽ 143-ാം വകുപ്പ് അനുസരിച്ച് 3 മാസവും 144-ാം വകുപ്പ് അനുസരിച്ച് 6 മാസവും 148-ാം വകുപ്പ് അനുസരിച്ച് 1 വർഷവും തടവും, കൂടാതെ 307-ാം വകുപ്പ് അനുസരിച്ച് 8 വർഷം തടവും ഓരോ ₹1,00,000 ഫൈനുമാണ് കോടതി വിധിച്ചിട്ടുള്ളത്. അതിൽ ഫൈൻ തുക കെട്ടിവയ്ക്കുന്ന പക്ഷം ആ ഫൈൻ തുക ഈ കേസിലെ വിക്ടിമായിട്ടുള്ള 2ാം സാക്ഷി രഞ്ജിത്തിന് കൈമാറണമെന്നാണ് വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഈ പരിക്ക് പറ്റിയ രഞ്ജിത്തിന് വിക്ടിം കോമ്പൻസേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് അഡ്രസ്സ് ചെയ്യുന്നതിനും ശുപാർശ ചെയ്തിട്ടുമുണ്ട് ഈ വിധിയിലൂടെ. ഈ കേസിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ഇതിനകത്ത് ഈ പ്രതികൾ നടത്തി വന്ന വ്യാജ മദ്യ ഉൽപ്പാദനവും അത് വിതരണവും സംബന്ധിച്ച് എക്സൈസിന് ഇൻഫർമേഷൻ കൊടുക്കുകയും എക്സൈസിനെ കൊണ്ട് കേസെടുപ്പിക്കുകയും ചെയ്തതിലുള്ള വിരോധമാണ് ഇങ്ങനെ ഈ പ്രതികളെ കൊണ്ട് ഇയാളെ ഇങ്ങനെ ക്രൂരമായി ആക്രമിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഈ സംഭവത്തിന് ശേഷം ഇതിലെ വിക്ടിമായിട്ടുള്ള 2ാം സാക്ഷി നാളിതുവരെയായി വീൽ ചെയറിലാണ് കഴിയുന്നത്. അയാൾക്ക് നേരത്തെ ഒരു മാരുതിയുടെ
ഷോറൂമിലോ മറ്റോ ജോലി താൽക്കാലിക ജീവനക്കാരനായിരുന്നയാളാണ്. അതിനുശേഷം അയാൾ ദീർഘകാലം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. മെഡിക്കൽ കോളേജിൽ തന്നെ ദീർഘകാലം 6 മാസത്തോളം മെഡിക്കൽ കോളേജിൽ കിടന്ന് ചികിത്സിച്ചിട്ടുള്ള ആളാണ്. അതിനുശേഷം ദീർഘകാലം അയാളെ ചികിത്സ തുടർന്നു വന്നിരുന്നതാണ്. അങ്ങനെ വളരെ ക്രൂരമായ ഒരു ആക്രമണമാണ് നടന്നത്. അതിന് യുക്തമായ വിധിയാണ് ഈ വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ഈ വിധിയിലൂടെ നീതി ലഭിച്ചു എന്ന് കരുതാൻ പറ്റുന്ന തരത്തിലുള്ള വിധിയാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. കൊട്ടാരക്കര അസിസ്റ്റൻറ്റ് സെഷൻസ് ജഡ്ജ് ഷാനവാസ് സാറാണ് ഇങ്ങനെ ഈ പ്രതികളെ ശിക്ഷിച്ചുകൊണ്ട് വിധി വന്നിട്ടുള്ളത്.